യെസ്. ഓക്കെ. ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? ഓഡിയബിൾ അല്ലേ? ഓക്കെ. ഓക്കെ. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു ക്രൈസിസ് ഇൻ്റർവെൻഷൻസിനെ കുറിച്ചിട്ടുള്ളൊരു സെഷനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ ബേസിക്കായിട്ടൊരു പ്രാക്ടിക്കൽ മാനേജ്മെൻറ്റ്സ് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് പ്രാക്ടിക്കലി നമുക്കൊരു പേഷ്യൻസ് വരികയാണെങ്കിൽ ക്രൈസിസ് ഇൻ്റർവെൻഷൻസിൻ്റെ കാര്യത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്നതിനെ കുറിച്ചിട്ടുള്ളൊരു ബേസിക്കായിട്ടുള്ള ഒരു സെഷനാണ് ഉദ്ദേശിക്കുന്നത്. ഇത് ജസ്റ്റ് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് ബേസിക്കായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിതിൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളായിരിക്കും കൂടുതലും ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. തിയറീസായിട്ട് ഞാനൊന്നും ആഡ് ചെയ്തിട്ടില്ല. പ്രാക്ടിക്കലി നമ്മൾ വരുവാണെങ്കിൽ, ഒരു പേഷ്യൻ്റ് വരുവാണെങ്കിൽ അതിനെങ്ങനെ ഡീൽ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ ചോദിക്കാനുണ്ട് എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയൊരു സെഷനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. എസ്പെഷ്യലി നമുക്കെല്ലാവർക്കും അറിയാം, ക്രൈസിസ് ഇൻ്റർവെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാധാരണയുള്ളൊരു തെറാപ്പിയേക്കാളും കുറച്ച് ഡിഫറെൻ്റ് ആണ് ക്രൈസിസ് ഇൻ്റർവെൻഷൻസ് എന്ന് പറയുന്നത്. അതായത് അത് ഏറ്റവും വളരെ ചെറിയ സമയത്തിനുള്ളിൽ ഏറ്റവും സൂക്ഷ്മമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു ഇൻ്റർവെൻഷൻ തന്നെയാണ്. പലപ്പോഴും നമുക്കെല്ലാവർക്കും അറിയാം, ക്രൈസിസ് ഇൻ്റർവെൻഷൻസിൽ കൃത്യമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാണ്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഹൈലി റിസ്ക്ഫുള്ളായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാറുണ്ട്. അപ്പം റീസെൻ്റ്ലി ഒക്കെ ഒരുപാട് അങ്ങനെയുള്ള ന്യൂസുകൾ കേട്ടിട്ടുണ്ട്. അതായത് പ്രൊഫഷണലിസം കീപ്പ് ചെയ്യാത്ത രീതിയിൽ ക്രൈസിസ് ഇൻ്റർവെൻഷൻസ് ഡീൽ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ഹാംഫുള്ളായിട്ട് പേഷ്യൻസിനാണെങ്കിലും നമ്മുടെ ക്ലയൻസിനാണെങ്കിലും ഒരുപാട് ഹാംഫുള്ളായിട്ട് അത് എഫക്റ്റ് ചെയ്യുകയും അത് കാരണം ഈവൻ സൂയിസൈഡ് വരെ ഉണ്ടാകുന്ന കേസുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു ക്രൈസിസ് വരുന്ന സമയത്ത്, ഒരു റിസ്ക് വരുന്ന സമയത്ത് അതിനോട് നമ്മളൊരു ആസ് എ പ്രൊഫഷണൽ സൈക്കോളജിസ്റ്റ് എന്നുള്ള രീതിയിൽ അതിനെ എങ്ങനെയൊക്കെ മാനേജ് ചെയ്യാൻ പറ്റും, ഏതൊക്കെ രീതിയിലേക്ക് അതിനെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും എന്നതിനെ കുറിച്ചിട്ട് ബ്രീഫായിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്രൈസിസ് ഇൻ്റർവെൻഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഷോർട്ടായിട്ട് ഏറ്റവും ഇമ്മീഡിയറ്റായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു ഇൻ്റർവെൻഷനാണ്. അതിൽ തന്നെ ബേസിക്കലി അത് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ പേഷ്യൻസിലാണെങ്കിലും നമ്മുടെ ക്ലയൻസിലാണെങ്കിലും അവരുടെ സേഫ്റ്റി ഉറപ്പ് വരുത്തുക എന്നുള്ളതും അവരുടെ ഫങ്ഷൻസിനെ ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ബേസിക്കലി അതിൽ ഉദ്ദേശിക്കുന്നത്. ക്രൈസിസ് ഇൻ്റർവെൻഷൻ ബാക്കിയുള്ള തെറാപ്പീസിനെ പോലെയല്ല, വളരെ ഷോർട്ടായിട്ടുള്ള ലോങ് ടേം തെറാപ്പി അല്ല, വളരെ ഷോർട്ടായിട്ടുള്ളൊരു തെറാപ്പി സെഷനായിട്ടാണ് അത് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ശരിക്കും ക്രൈസിസ് ഇൻ്റർവെൻഷൻസ് നമ്മൾ ചെയ്യേണ്ട ചില സിറ്റുവേഷൻസ്, ചില സാഹചര്യങ്ങളുണ്ട്. അപ്പം ബേസിക്കലി പറയുകയാണെങ്കിൽ സാധാരണ ക്രൈസിസ് ഇൻ്റർവെൻഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു വ്യക്തിയിൽ അവരുടെ നോർമൽ കോപ്പിംഗ് മെക്കാനിസത്തിനേക്കാളും അധികമായിട്ടുള്ളൊരു സ്ട്രെസ് വരുന്ന സമയത്ത് അവരുടെ യൂഷ്വൽ കോപ്പിംഗ് മെക്കാനിസം അതുമായിട്ട് ഡീൽ ചെയ്യാൻ പറ്റാണ്ട് വരുന്ന സമയത്ത് അതിനെ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബേസിക്കലി നമ്മൾ ക്രൈസിസ് ഇൻ്റർവെൻഷൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ബേസിക്കായിട്ട് നമുക്കെല്ലാവർക്കും ലൈഫ് സ്ട്രെസ്സർ ഉണ്ടാവും. ആ സ്ട്രെസ്സർ ഡീൽ ചെയ്യാനുള്ള ഒരു കോപ്പിംഗ് മെക്കാനിസം നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. അപ്പം അതായത് ആ ഒരു കോപ്പിംഗ് മെക്കാനിസത്തിനേക്കാളും കൂടുതലായിട്ട് അദ്ദേഹത്തിന് ഇഷ്യൂസ് വരുന്ന സമയത്ത്, റിസ്ക് വരുന്ന സമയത്ത് അവിടെ ഇൻ്റർവെൻഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതുകൊണ്ട് ബേസിക്കായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇമോഷണൽ സ്ട്രെസ്സും കാര്യങ്ങളും വരുന്ന സമയത്ത് ആ ഇമോഷണൽ സ്ട്രെസ്സിനെ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട്, മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സൂയിസൈഡൽ റിസ്ക് അല്ലെങ്കിൽ വയലൻസ് ഉള്ള പേഷ്യൻസിൽ അല്ലെങ്കിൽ ക്ലയൻസിൽ നമ്മൾ എസ്പെഷ്യലി നമുക്ക് സൂയിസൈഡൽ ത്രെറ്റ്സ്, സൂയിസൈഡൽ ഐഡിയാസ് അല്ലെങ്കിൽ സൂയിസൈഡൽ ഒരു ഹാം നമുക്കുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഫെർദർ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അതിനെ മാനേജ് ചെയ്യേണ്ടത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം അത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടും ചെറിയ രീതിയിൽ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. അതുപോലെ തന്നെ അക്യൂട്ട് സൈക്യാട്രിക് മെഡിക്കൽ എമർജൻസീസ്, സൈക്യാട്രിക് സിവിയർ മെൻ്റൽ ഇൽനെസ് വരുന്ന ആളുകളിൽ വരുന്ന ചില പ്രശ്നങ്ങളുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻസ് നേരിടുന്ന സമയത്ത് ആസ് എ സൈക്കോളജിസ്റ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, ആൻഡ് ട്രോമ, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്സ്, ഈ ഒരു സമയങ്ങളിലും ഒരു സൈക്കോളജിസ്റ്റ് ക്രൈസിസ് ഇൻ്റർവെൻഷൻസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഡീൽ ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ട് ബേസിക്കായിട്ടാണ് നമ്മളിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം
ക്രൈസിസ് ഇൻ്റർവെൻഷൻസ് നമുക്ക് ഒരു 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 വൈഡ് ടോപ്പിക്ക് തന്നെയാണ്. ഒരുപാട് കാര്യങ്ങൾ ക്രൈസിസ് ഇൻ്റർവെൻഷൻസിൽ വരുന്നുണ്ട്. ഏറ്റവും ബേസിക്കായിട്ട് ക്രൈസിസ് സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് വയലൻസ് ഓർ ക്രൈംസ്, നമുക്കറിയാം ഈ അസോൾട്ട്, ടെററിസ്റ്റ് ആക്ട്, അല്ലെങ്കിൽ ഡൊമസ്റ്റിക് വയലൻസ്, ഇങ്ങനെ, അല്ലെങ്കിൽ സെക്സ്വൽ അസോൾട്ട്, മർഡർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയത്ത് അതിനെ എങ്ങനെയാണ് മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ക്രൈസിസ് ഇൻ്റർവെൻഷൻസിൽ ബേസിക്കായിട്ടൊരു കാര്യം വരുന്നത്. സെക്കൻഡ്ലി ഉള്ളൊരു കാര്യമാണ് ട്രോമ, സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ. ഇപ്പം എസ്പെഷ്യലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് വരുന്ന ഒരു സ്ട്രെസ്സർ നമ്മളെ കൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ക്ലയൻസിനെ കൊണ്ട് അത് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, അവർക്ക് സാധാരണ അവർ ഡീൽ ചെയ്യുന്നതിനേക്കാൾ ഒരു പരിധിയിൽ കൂടുതൽ സ്ട്രെസ് അവർക്ക് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസിനെ നമ്മൾ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളും കൂടെ ഇതിൽ ഇൻവോൾവ് ആവും. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിവോഴ്സ്ഡ് ആവുന്നൊരു അവസ്ഥ വരുന്നത്, സെപ്പറേഷൻസ് വരുന്ന സമയത്ത്, ജോബ് ലോസ് വരുന്ന സമയത്ത്, സഡനായിട്ടുള്ള ഹോസ്പിറ്റൽ അഡ്മിഷൻസ്, ഹാർട്ട് അറ്റാക്ക്, അല്ലെങ്കിൽ ഡയഗ്നോസ്ഡ് ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾ ഡയഗ്നോസ് ചെയ്യുന്ന സമയത്ത്, HIV പോലെയുള്ള സെക്സ്വലി ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾ ഫേസ് ചെയ്യുന്ന സമയത്ത്, ഇങ്ങനെയുള്ള എമർജൻസി സിറ്റുവേഷൻസിൽ നമുക്കൊരു ബ്രീഫായിട്ടുള്ള സൈക്കോ തെറാപ്പി അല്ലെങ്കിൽ കൗൺസിലിംഗ് രീതിയിലാണ് നമ്മളതിനെ ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക. അപ്പം ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷൻസിനെ എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളതും ക്രൈസിസ് ഇൻ്റർവെൻഷൻസിൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്ന കാര്യമാണ്. ആൻഡ് നേരത്തെ പറഞ്ഞ പോലെ മെൻ്റൽ ഇൽനെസ്സിൻ്റെ ഓൺസെറ്റ് വരുന്ന സമയത്ത് വരുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെസിഫിക്കലി നമുക്കറിയാം ചില മെൻ്റൽ ഇൽനെസ് അല്ലെങ്കിൽ സിവിയർ മെൻ്റൽ ഇൽനെസ് പേഷ്യൻസിൽ ചിലപ്പം വയലൻസ് ആയിട്ടുള്ള ബിഹേവിയേഴ്സ് ഉണ്ടായേക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ചില വ്യക്തികളിൽ ഈ സൈക്യാട്രിക് ഇൽനെസ് വരുന്ന സമയത്ത് അവർക്ക് ആ ഒരു ഇഷ്യൂസുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതെ വരുന്ന സമയത്ത് അവരുടെ ഭാഗത്തുനിന്ന് ഒരുപാട് ബിഹേവിയറലായിട്ടുള്ള ഇഷ്യൂസുകളും കാര്യങ്ങളും വന്നേക്കാം. നമുക്കെല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്, അതായത് ബേസിക്കലി വയലൻസ് അല്ലെങ്കിൽ ഒരു ഹാംഫുള്ളായിട്ടുള്ള ഒരു ബിഹേവിയർ നമ്മുടെ ഒരു ക്ലയൻസിൻ്റെ അടുത്ത് നിന്ന് ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ സിവിയർ ആയിട്ടുള്ള മെൻ്റൽ ഇൽനെസ്, എസ്പെഷ്യലി ബൈപോളർ അഫക്റ്റീവ് ഡിസോർഡറിലൊക്കെ വരുന്ന സിവിയർ മാനിക് വിത്ത് സൈക്കോട്ടിക് സിംറ്റംസ് ഒക്കെ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ സ്കിസോഫ്രീനിയ പോലെയുള്ള അസുഖങ്ങളൊക്കെ വരുന്ന സമയത്താണ് എസ്പെഷ്യലി ഈ ഒരു പേഷ്യൻസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു വയലൻസ് പോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കൂടുതലായിട്ടും ഉണ്ടാവാറുള്ളത്. അപ്പം ഇങ്ങനെയുള്ളൊരു സാഹചര്യം വരികയാണെങ്കിൽ എസ്പെഷ്യലി നമ്മൾ മൾട്ടി ഡിസിപ്ലിനറി ടീമായിട്ടാണ് നമ്മൾ അതിനെ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. അതൊരിക്കലും ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റ് മാത്രം ഡീൽ ചെയ്യുന്നൊരു സാഹചര്യമല്ല ഉണ്ടാവുന്നത്. ബേസിക്കലി ഇങ്ങനെയുള്ളൊരു ഹാംഫുള്ളായിട്ടുള്ള സിറ്റുവേഷൻസ് നമ്മുടെ പേഷ്യൻറ്റിൻ്റെ അടുത്ത് നിന്ന് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളൊരു മാൻ പവർ എന്നുള്ള രീതിയിൽ നമ്മളതിനെ ഡയറക്റ്റ് ഡീൽ ചെയ്യുക എന്നുള്ളത് പ്രാക്ടിക്കലി നമ്മൾ ചെയ്യാറില്ല. എസ്പെഷ്യലി നമ്മൾ ക്ലിനിക്കിലാണെങ്കിൽ പോലും അല്ലെങ്കിൽ ഹോസ്പിറ്റലിലാണെങ്കിൽ ആ ഒരു സമയത്ത് നമ്മൾ തെറാപ്പിസ്റ്റ് എന്നുള്ള രീതിയിൽ അവരുടെ മാൻ പവർ കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും ബാക്കിയുള്ള ആളുകൾ, അതായത് അവിടുത്തെ ഗാർഡ്സുകളോ അല്ലെങ്കിൽ കൂടെയുള്ള ബൈസ്റ്റാൻഡേഴ്സോ ആയിരിക്കും മാൻ പവർ ആയിട്ടുള്ള കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നുണ്ടാവുക. എസ്പെഷ്യലി ഇങ്ങനെയുള്ള സിവിയർ ആയിട്ടുള്ള മെൻ്റൽ ഇൽനെസ്സിൽ അല്ലെങ്കിൽ മാനിക് എപ്പിസോഡൊക്കെ ആയിട്ട് വരുന്ന ആളുകളാണെങ്കിൽ ഇൻ്റർവെൻഷനിൽ ബേസിക്കലി നമ്മൾ ചെയ്യാറുള്ളത് മെഡിക്കേഷൻ, ഈ പറഞ്ഞ പോലെ സെഡേഷൻസ് ആയിട്ടും ആൻറ്റിസൈക്കോട്ടിക് ഇഞ്ചക്ഷൻസ് ഒക്കെ ആയിട്ടാണ് ബേസിക്കലി നമ്മൾ ചെയ്യാറുള്ളത്. അപ്പം ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയിട്ട് അതിനുശേഷം പിന്നീട് വരുന്ന ഇൻ്റർവ്യൂവും കാര്യങ്ങളുമാണ് പിന്നീട് നമുക്ക് സൈക്കോളജിസ്റ്റിന് വരുന്നുണ്ടാവുക. പക്ഷെ അത് സമയമെടുത്തുകൊണ്ട് സ്ലോലി ആയിരിക്കും നമ്മൾ മാനേജ് ചെയ്യുന്നുണ്ടാവും. അതായത് പേഷ്യൻസിൻ്റെ പേഷ്യൻ്റ് സെഡേഷനിലാണെന്നുള്ള രീതിയിലും അദ്ദേഹത്തിന് ആ ഒരു വയലൻസ് ബിഹേവിയേഴ്സ് റെഡ്യൂസ് ആയിട്ടുണ്ടെന്നുള്ള രീതിയിൽ കണ്ടതിന് ശേഷമായിരിക്കും സൈക്കോളജിസ്റ്റ് ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഡീൽ ചെയ്യുന്നുണ്ടാവുക. ഇതുപോലെ തന്നെ വേറൊരു ക്രൈസിസ് ഇൻ്റർവെൻഷൻസ് നമുക്ക് ആവശ്യമുള്ളൊരു മേഖലയാണ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്, സിവിയർ ആക്സിഡൻറ്റ്സ് കാര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത്. അതുപോലെ തന്നെ
നമ്മുടെ ഒരു ട്രാൻസിഷണൽ ഡെവലപ്മെൻറ്റൽ സ്ട്രെസ്സർ ഓർ ഈവൻറ്റ്സ് എന്നൊക്കെ പറയുന്ന പോലെ, അതായത് നമ്മൾ പെട്ടെന്ന് നമ്മുടെ ജോലിയോ അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിങ്സ് കാര്യങ്ങളൊക്കെ ചേഞ്ച് ആവുന്ന സമയത്ത് ആ ഒരു സമയത്ത് അവർക്കുണ്ടാവുന്ന മാറ്റങ്ങൾ, അവർക്കുണ്ടാവുന്ന അത് ആ ഒരു നമ്മുടെ ഒരു ക്ലയൻസിന് അതിനെ ഡീൽ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വരുവാണെങ്കിൽ അവിടെ നമ്മൾ റിസ്ക് കാര്യങ്ങൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നോക്കിയിട്ട് അതനുസരിച്ചിട്ട് നമ്മൾ ക്രൈസിസ് ഇൻ്റർവെൻഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഇപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇത്രയാണ്. ക്രൈസിസ് ഇൻ്റർവെൻഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ പറഞ്ഞിട്ടുള്ള ഇത്രയും കാര്യങ്ങളിലാണ് നമ്മൾ മേജർലി ക്രൈസിസ് ഇൻ്റർവെൻഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തെറാപ്യൂട്ടിക്കൽ മെത്തേഡ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അപ്പം റോബർട്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സൈക്കോളജിസ്റ്റ് ക്രൈസിസ് ഇൻ്റർവെൻഷൻസിനെ 7 സ്റ്റേജസ് ആയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളൊരു ക്രൈസിസ് ഇൻ്റർവെൻഷൻ സിറ്റുവേഷൻസിലാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു 7 സ്റ്റേജിലൂടെ ആയിരിക്കും നമ്മുടെ തെറാപ്പീസ് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടാവുക. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇനീഷ്യലി അസസ്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പം ഈ അസസ്മെൻറ്റിൽ എത്രത്തോളം സിവിയർ ആണ് ഈ ഒരു പ്രശ്നം എന്നുള്ളത്, ഇത് എത്രത്തോളം റിസ്ക് ഉണ്ടാക്കുന്നുണ്ട് പേഷ്യൻസിൽ എന്നുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ ക്ലയൻസിൽ ഈ ഒരു ക്രൈസിസ് എത്രത്തോളം അവരിൽ റിസ്ക് ഉണ്ടാകുന്നുണ്ട്, അവർക്കത് സ്വയം മാനേജ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ എത്രത്തോളം ആ ഒരു വ്യക്തിയിലോ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ സൊസൈറ്റിയിലോ എത്രത്തോളം റിസ്ക് ഉണ്ടാക്കുന്നുണ്ട് ആ ഒരു ക്രൈസിസ് എന്നുള്ളത് നമ്മൾ വളരെ കൃത്യമായിട്ട് അസസ് ചെയ്യുക എന്നുള്ളതാണ് ഇനീഷ്യലി വരുന്നത്. ആൻഡ് അതിനുശേഷം റേപ്പോർട്ട് എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണ്. അതായത് എസ്പെഷ്യലി നമുക്ക് വളരെ ബ്രീഫായിട്ട് വളരെ പെട്ടെന്ന് തന്നെ റേപ്പോ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ട ആവശ്യമുണ്ട് ശരിക്കും ഈ ഒരു ക്രൈസിസ് ഇൻ്റർവെൻഷൻസ് തെറാപ്പിയിലും കാര്യങ്ങളിലേക്ക് വരുന്ന സമയത്ത്. നമുക്ക് ചിലപ്പം അത്ര വളരെ കൂടുതൽ സമയം റേപ്പോ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ നമുക്ക് കിട്ടുന്നുണ്ടാവില്ല. അപ്പം നമ്മുടെ ആ റേപ്പോ സ്കില്ല് എത്രത്തോളം ഉണ്ടെന്നതനുസരിച്ചിരിക്കും. എസ്പെഷ്യലി നമ്മൾ ഈ രീതിയിലേക്ക് നമ്മൾ റേപ്പോ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ ഒരു റേപ്പോ എസ്റ്റാബ്ലിഷ്മെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ അദ്ദേഹം ഒരു പരിധിയിൽ കൂടുതൽ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടാവും. അപ്പം ഇവിടെയാണെങ്കിൽ പോലും നമുക്ക് ഒരുപാട് കേസുകൾ സൂയിസൈഡൽ അറ്റംപ്റ്റ് കഴിഞ്ഞതിന് ശേഷം അൺസക്സസ്ഫുൾ ആയിട്ടുള്ള സൂയിസൈഡിന് ശേഷം വരുന്നുണ്ടാവും. അപ്പം ഇനീഷ്യലി നമ്മൾ അദ്ദേഹത്തിൻ്റെ റിസ്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ളതൊന്ന് അസസ് ചെയ്തതിന് ശേഷം സെക്കൻഡ്ലി ആ റേപ്പോ ബിൽഡിംഗ് സെഷൻസ് ആണ് നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യുക. അപ്പം ആ ഒരു റേപ്പോ ബിൽഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് എന്തുകൊണ്ടാണ് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ട് നമ്മുടെ ക്ലയൻസിൻ്റെ അടുത്തുനിന്ന് നമുക്ക് ഇതിൻ്റെ ഒരു ഐഡിയ നമുക്ക് അവർ തരുന്നുണ്ടാവുക. അല്ലെങ്കിൽ അധിക പേരും ഗാർഡഡ് ആയിട്ടായിരിക്കും നമ്മളോട് ബിഹേവ് ചെയ്യുന്നുണ്ടാവുക. അപ്പം അതുകൊണ്ട് തന്നെ റേപ്പോസ് നമ്മൾ വളരെ അതൊരു സ്പെസിഫിക് സ്കില്ലായിട്ട് തന്നെ എടുത്തിട്ട് ആ റേപ്പോ എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളത് സെക്കൻഡ് സ്റ്റെപ്പായിട്ട് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ തേർഡ്ലി നമ്മൾ മേജറായിട്ടുള്ള പ്രോബ്ലംസ് എന്താണെന്നുള്ളത് വൺസ് നമ്മൾ ആ റേപ്പോന്ന് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിവിടെ സൊല്യൂഷൻ ഫോക്കസ്ഡ് ആയിട്ട് പ്രസൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് മേജറായിട്ട് അവരുടെ പ്രോബ്ലം എന്താണെന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് അസസ് ചെയ്യുകയും അതിനൊരു ഹൈറാർക്കി ലെവലിലേക്ക് ഏറ്റവും കൂടുതൽ ഡിസ്ട്രെസ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആ വ്യക്തിയിലോ അല്ലെങ്കിൽ ആ സൊസൈറ്റിയിലോ ബാധിക്കാൻ സാധ്യതയുള്ളത് ഏത് ബുദ്ധിമുട്ടാണെന്നുള്ളത് നമ്മൾ സ്ലോലി അതിനെക്കുറിച്ചിട്ടൊരു ഹൈറാർക്കിയൊക്കെ ഉണ്ടാക്കുക എന്നുള്ളതാണ് തേർഡായിട്ട് നമ്മൾ ചെയ്യാറുള്ളത്. പിന്നെ ഫോർത്ത് നമ്മൾ ആ ഒരു ക്ലയൻസിനെ ഡീൽ ചെയ്യുന്ന സമയത്ത് അവരോട് ഏത് രീതിയിലേക്കാണ് എന്നുള്ളതാണ്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്രൈസിസ് ഇൻ്റർവെൻഷൻസിൽ കൂടുതലും എമ്പത്തറ്റിക് ആയിട്ടുള്ള ആ ഒരു അപ്രോച്ച് തന്നെയാണ് നമ്മൾ എടുക്കേണ്ടത്. നമ്മൾ സാധാരണ പറയുന്ന പോലെ തന്നെ ആ ഒരു ലിസണിങ് സ്കിൽസും ആ ഒരു വാലിഡേഷൻസും കാര്യങ്ങളും അവരുടെ ബുദ്ധിമുട്ടുകൾ അവർക്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മൾ വാലിഡേറ്റ് ചെയ്യുന്നതിലൂടെയും അവരെ കേൾക്കാനും അവരുടെ കാര്യങ്ങളിൽ മാനേജ് ചെയ്യാൻ ആസ് എ തെറാപ്പിസ്റ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മളും കൂടെ ഉണ്ടാവും എന്നുള്ളൊരു അഷ്വറൻസ് കൊടുക്കുക എന്നുള്ളതും ഫോർത്ത് സ്റ്റെപ്പിൽ വരുന്നതാണ്. അതുപോലെ തന്നെ ഈ ക്രൈസിസ് ഇൻ്റർവെൻഷൻസിൽ ഒരു ആൾട്ടർനേറ്റീവ്
കാര്യങ്ങൾ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് കുറച്ചും കൂടി ഒരു സൊല്യൂഷൻ ഫോക്കസ്ഡ് ആയിട്ടായിരിക്കും കൂടുതലായിട്ടും ഇതിൽ പോകുന്നുണ്ടാവുക. അപ്പം ആസ് എ തെറാപ്പിസ്റ്റ് എന്നുള്ള രീതിയിൽ നമ്മുടെ വെൻറ്റിലേഷൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അവരുടെ സ്ട്രെസ്സിനെയും കോപ്പിംഗ് മെക്കാനിസത്തിനെയൊക്കെ അഡ്രസ്സ് ചെയ്ത് അതിനെ മാനേജ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ആൾട്ടർനേറ്റീവ് മെത്തേഡ്സുകൾ, ആൾട്ടർനേറ്റീവായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അവർക്ക് വൺസ് ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് അവർ പുറത്തേക്ക് പോകുന്ന സമയത്ത് അവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ചിട്ട് ഒരു ക്ലാരിറ്റി ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് തെറാപ്പിസ്റ്റിനും കൂടെ പറ്റേണ്ടതാണ്. അതുപോലെ തന്നെ ഇതെല്ലാം നമ്മൾ ജനറേറ്റ് ചെയ്തതിന് ശേഷം ഒരു ആക്ഷൻ പ്ലാൻസിൽ നമ്മൾ സാധാരണ തെറാപ്പിയിൽ ചെയ്യുന്ന പോലെ തന്നെ ഒരു ആക്ഷൻ പ്ലാന് ഡെവലപ്പ് ചെയ്യുകയും അതിലൂടെ തന്നെ നമ്മളൊരു ക്രൈസിസ് റെസൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്റ്റേറ്റിൽ എത്തുന്നുണ്ടായിരിക്കും. പിന്നീട് വരുന്നത് ഫോളോ അപ്പ് സെഷൻസ് ആണ്. സാധാരണ നമ്മൾ ക്രൈസിസ് ഇൻ്റർവെൻഷൻസിൽ ഒരു 4 to 6 ഫോളോ അപ്സ് ആണ് പറയാറുള്ളത്. പക്ഷേ ജനറലി നമ്മൾ ചെയ്യാറുള്ളത് 4 ഫോളോ അപ്സ് വരെ നമ്മൾ എടുക്കാറുണ്ട്. ആ ഫോളോ അപ്സ് എടുക്കുന്നതും ഈ പറഞ്ഞ പോലെ തന്നെ മന്ത്ലി നല്ല ഗ്യാപ്പ് വെച്ചിട്ടാണ്. അതായത് ഇനീഷ്യൽ ലെവലിൽ നമ്മൾ എത്രത്തോളം അസസ് ചെയ്തിട്ടുണ്ടെന്ന് നോക്കിയിട്ട് പിന്നീടുള്ള ഒരു റിസ്ക് അസസ്മെൻറ്റും കാര്യങ്ങളും നോക്കിയതിന് ശേഷം പിന്നെ അതിൻ്റെ ആ ഒരു ഫോളോ അപ്പ് ഡേറ്റ് അല്ലെങ്കിൽ ഫോളോ അപ്പ് സമയം പതുക്കെ ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരാണ് സാധാരണ നമ്മൾ ചെയ്യാറുള്ളത്. അപ്പം ഈ രീതിയിലുള്ള ഒരു 7 സ്റ്റേജസ് ആയിട്ട് ക്രൈസിസ് ഇൻ്റർവെൻഷനെ റോബർട്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സൈക്കോളജിസ്റ്റ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാൻ പറ്റണം ഈ ഒരു വ്യക്തിയുടെ, നമ്മൾ ഈ ഒരു സ്റ്റേജിലൂടെ പോകുന്ന സമയത്ത് ആ ഒരു അസസ്മെൻ്റൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റണം ഈ ഒരു വ്യക്തിയുടെ ബുദ്ധിമുട്ടുകൾ എത്രത്തോളം ഉണ്ട്, എത്രത്തോളം എത്തിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പം നമ്മുടെ ഒരു ഇൻ്റർവെൻഷൻസ് അതനുസരിച്ചിട്ടായിരിക്കും ഉണ്ടാവുക. ശരിക്കും സ്ട്രെസ് എന്ന് പറയുന്നതും അക്യൂട്ട് സ്ട്രെസ് എന്ന് പറയുന്നതും ഡിഫറെൻ്റ് ആണ്. അപ്പം സ്ട്രെസ്സിലൂടെ പോകുന്ന സമയത്ത് അവർക്ക് കോപ്പിയിങ് മെക്കാനിസത്തിനെ നമ്മൾ ഡീൽ ചെയ്യുന്ന രീതിയിലേക്കായിരിക്കും കൂടുതലായിട്ടും പോകുന്നുണ്ടാവുക. പക്ഷെ ഒരു അക്യൂട്ട് സ്ട്രെസ്സിലേക്ക് വരുന്ന സമയത്ത് അത് അദ്ദേഹത്തിൻ്റെ ടെമ്പററി ഡിസ്ഫങ്ഷൻസ്, അതായത് അദ്ദേഹത്തിൻ്റെ ഫങ്ഷൻസിനെ ഒരു പരിധിയിൽ കൂടുതൽ ടെമ്പററി ആയിട്ട് ബുദ്ധിമുട്ടാക്കിയിട്ടുണ്ടാവും. പക്ഷേ അക്യൂട്ട് ക്രൈസിസ് എന്ന് പറയുമ്പോൾ അവർക്ക് ആ കോപ്പിയിങ് മെക്കാനിസം ഫെയിൽ ചെയ്യുന്നുണ്ടാവും. അവർക്ക് അതിൽ കോപ്പിയിങ് മെക്കാനിസത്തിലേക്ക് കൃത്യമായിട്ട് എത്താൻ പറ്റുന്നുണ്ടാവില്ല. അപ്പം അത് കുറച്ചും കൂടെ സിവിയോറിറ്റി കൂടിയ രീതിയിലേക്കാണ് എത്തുന്നുണ്ടാവുക. പിന്നീട് വരുന്നത് ട്രോമ എന്ന് പറഞ്ഞിട്ടുള്ളൊരു അവസ്ഥയിലേക്കാണ് പിന്നെ എത്തുന്നുണ്ടാവുക. അപ്പം ട്രോമ എന്ന് പറഞ്ഞൊരവസ്ഥയിലേക്ക് എത്തുന്ന സമയത്ത് അത് അദ്ദേഹത്തിനോ അല്ലെങ്കിൽ ലൈഫ് ത്രെട്ടണിങ് ഈവൻ്റൊക്കെ ആയിട്ട് ആ ഒരവസ്ഥ മാറിയിട്ടുണ്ടാവും. അപ്പം എത്രത്തോളം എത്തിയിട്ടുണ്ട്, എത്രത്തോളം സിവിയോറിറ്റി എത്തിയിട്ടുണ്ട്, ഏതൊരു ഏരിയയിലാണ് അതുള്ളത്, സ്ട്രെസ്സിലാണോ നിൽക്കുന്നത്, അക്യൂട്ട് സ്ട്രെസ്സിലാണോ, അക്യൂട്ട് ക്രൈസിസിലാണോ, ട്രോമയിലാണോ എന്നുള്ളതൊക്കെ നമ്മൾ വളരെ കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇൻ്റർവെൻഷൻസിലേക്ക് പോകുന്നുണ്ടാവുക. ഓക്കെ, അപ്പം ക്രൈസിസ് ഇൻ്റർവെൻഷൻസിന് നമുക്ക് മൾട്ടിപ്പിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇൻഡിവിജ്വൽ ക്രൈസിസ് ഇൻ്റർവെൻഷൻസ് ഉണ്ട്, ഗ്രൂപ്പായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, ഫാമിലി ബേസ് ചെയ്തിട്ട് നമുക്ക് ക്രൈസിസ് ഇൻ്റർവെൻഷൻസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എമർജൻസി ക്രൈസിസ് സർവീസായിട്ട് നമ്മൾ ഹോട്ട്ലൈൻ നമ്പേഴ്സുകൾ, ടോൾ ഫ്രീ ആയിട്ടുള്ള 24/7 ഹവേഴ്സ് അവൈലബിൾ ആവുന്ന നമ്പേഴ്സൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇൻ്റർവെൻഷൻസിനെ പ്ലാൻ ചെയ്യാൻ പറ്റും. ബേസിക്കലി ക്രൈസിസ് ഇൻ്റർവെൻഷൻസിന് നമുക്ക് ആ ഒരു സെഷൻസിൻ്റെ സ്ട്രക്ചറിന് നമ്മൾ നോക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. സെഷൻസ് ഒരു 6 സെഷനൊക്കെയാണ് നമ്മൾ സാധാരണ പ്ലാൻ ചെയ്യാറുള്ളത്. ആ ഒരു 6 സെഷൻസിനുള്ളിൽ ക്രൈസിസ് ഇൻ്റർവെൻഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാർട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. അപ്പം ബേസിക്കലി സെഷൻ ഫസ്റ്റിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റിസ്ക് അസസ്മെൻറ്റും അതിൻ്റെ സേഫ്റ്റി പ്ലാനുകളും എത്രത്തോളം വേണം എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. അപ്പം അത് എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യേണ്ടത്, ഏതൊക്കെ അസസ്മെൻറ്റാണെന്നുള്ളത് നമ്മൾ ഫർദർ നമ്മൾ ഇവിടെ തന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. പിന്നെ സെഷൻ 2 to 3 സെഷൻസിൽ അവരുടെ കോപ്പി മെക്കാനിസം, അവരുടെ പ്രോബ്ലം സോൾവിങ് ഏരിയാസിലൊക്കെ കൂടുതലായിട്ടും വർക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. പിന്നെ 4 to 6 സെഷൻസിൽ റിലാപ്സ് പ്രിവെൻഷൻസ് എത്രത്തോളം ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഡിസ്കഷൻസാണ് പോകുന്നുണ്ടാവുക. തിയററ്റിക്കലി നമ്മൾ പറയുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തതാണ്. 3 രീതിയിലുള്ള മോഡൽസാണ് പൊതുവേ നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. ക്രൈസിസ് ഇൻ്റർവെൻഷൻസിൽ ACT മോഡൽ എന്ന് പറയും, അസസ്മെൻറ്റ്, ക്രൈസിസ് ട്രോമ, സൊല്യൂഷൻ ഫോക്കസ്ഡ് ക്രൈസിസ് ഇൻ്റർവെൻഷൻ ആൻഡ് സ്ട്രെസ് ക്രൈസിസ്
കണ്ടിന്യൂം മോഡൽ. ഈ മൂന്ന് മോഡൽ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ക്രൈസിസ് ഇൻ്റർവെൻഷൻസിൻ്റെ ഫോക്കസ് ചെയ്യാറുള്ളത്. അപ്പം ACT മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസസ്മെൻറ്റ്, അതായത് റിസ്ക്, അവരുടെ മെൻ്റൽ സ്റ്റാറ്റസ് എത്രത്തോളം ഉണ്ട്, അവരുടെ സപ്പോർട്ട്സ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതിനെക്കുറിച്ച് പ്രാക്ടിക്കലി നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൂൾസ് യൂസ് ചെയ്തിട്ടും ഇൻ്റർവ്യൂ ചെയ്തിട്ടും നമ്മളത് കൃത്യമായിട്ട് അസസ് ചെയ്യുകയാണ് ഫസ്റ്റിൽ ACT മോഡലിൽ നമ്മൾ ചെയ്യുക. നെക്സ്റ്റ് നമ്മൾ സൊല്യൂഷൻ ഫോക്കസ്ഡ് ആയിട്ടുള്ള ക്രൈസിസ് ഇൻ്റർവെൻഷൻസ് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ ആ ഒരു സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും, അല്ലെങ്കിൽ അവരുടെ ഒരു ഗ്രൗണ്ടിങ് ടെക്നിക്സും അവരെ കാമാക്കാനുള്ള കാര്യങ്ങൾ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ക്രൈസിസ് ഇൻ്റർവെൻഷൻസിൻ്റെ മെയിനായിട്ട് പോകുന്നുണ്ടാവുക. എസ്പെഷ്യലി ആ സൊല്യൂഷൻ ഫോക്കസ്ഡ് ആയിട്ട് ഏതൊക്കെ രീതിയിലുള്ള സൊല്യൂഷൻസ് നമുക്ക് അഫോർഡബിൾ ആവാൻ പറ്റും അതിനെക്കുറിച്ചിട്ടുള്ള ഡിസ്കഷൻസും, അതിന് ഫാമിലീനെ ഇൻവോൾവ് ചെയ്യിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഫാമിലീനെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുക എന്നുള്ള രീതിയിലൊക്കെയാണ് ചെയ്യുക. ട്രോമ ട്രീറ്റ്മെൻറ്റിൽ മെയിനായിട്ട് ആ ഒരു ട്രോമാറ്റിക് ഇവൻറ്റ്സ് എത്രത്തോളം അവരിൽ ബുദ്ധിമുട്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ട്രീറ്റ് ചെയ്യാണ് ചെയ്യാറുള്ളത്. ആ ഒരു ട്രീറ്റ്മെൻറ്റിൽ എസ്പെഷ്യലി ചിലപ്പോൾ നമുക്ക് ഒരു മൾട്ടി ഡിസിപ്ലിനറി ടീംസായിട്ട് ചിലപ്പം സൈക്യാട്രിക് സോഷ്യൽ വർക്കേഴ്സിൻ്റെ ആവശ്യം ഉണ്ടായേക്കാം, ചിലപ്പോൾ സൈക്യാട്രിസ്റ്റ്, മെഡിക്കേഷൻസിൻ്റെ ആവശ്യം ഉണ്ടായിരിക്കാം. അപ്പം ആ ഒരു ട്രോമ എത്രത്തോളം അവരിൽ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കംപ്ലീറ്റ്ലി ഇവാലുവേറ്റ് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക. സൊല്യൂഷൻ ഫോക്കസ്ഡിലും ഇതുപോലെ തന്നെയാണ്. ചെറിയ രീതിയിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഇതും പാസ്റ്റിനേക്കാളും കൂടുതൽ പ്രസൻറ്റ് ലൈഫിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അവരിലുള്ള ആ ഒരു സെൽഫ് എഫിക്കസി കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും അവരുടെ ഗോൾസിനൊക്കെ വളരെ സബ് ഗോൾസായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു തെറാപ്പിയാണ് സൊല്യൂഷൻ ഫോക്കസ്ഡ് ക്രൈസിസ് ഇൻ്റർവെൻഷൻസിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെയുള്ള ഒരു തെറാപ്പി നേരത്തെ പറഞ്ഞ പോലെ സ്ട്രെസ് ക്രൈസിസ് കണ്ടിന്യൂ മോഡൽ. സ്ട്രെസ് ക്രൈസിസ് കണ്ടിന്യൂ മോഡൽ പറയുന്നത് സ്ട്രെസ്സുള്ള ഒരു വ്യക്തിക്ക് ക്രൈസിസും കൂടെ അതിലേക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് അത് അവരുടെ ഫങ്ഷണൽ ഇമ്പയർമെൻറ്റ്സ് വളരെ കൂടുതലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പം ആ രീതിയിൽ ആ ഒരു സ്ട്രെസ്സിനെയും ക്രൈസിസിനെയും എങ്ങനെ ഡീൽ ചെയ്യാം എന്നുള്ളതായിരിക്കും ഇതിൽ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക. ഇത് ജസ്റ്റ് ഒരു ബേസിക്കായിട്ട് ക്രൈസിസിൽ വരുന്ന അസസ്മെൻറ്റ്സ് ടൂൾസാണ്. മെയിനായിട്ട് സൂയിസൈഡൽ സിവിയറിറ്റീസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത്, സൂയിസൈഡൽ തോട്ട്സും സൂയിസൈഡൽ മാനേജ്മെൻറ്റ്സിനെ കുറിച്ച് സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അവിടെ സൂയിസൈഡൽ അസസ്മെൻറ്റിൻ്റെ ടൂൾസും കാര്യങ്ങളും എത്രത്തോളം ഉണ്ട്, ഏതൊക്കെയാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. അപ്പം ബേസിക്കലി ക്രൈസിസ് സിറ്റുവേഷൻസ് വരുവാണെങ്കിൽ ആ ക്രൈസിസ് എത്രത്തോളം ഡിസ്ട്രെസ് ഉണ്ടാക്കുന്നുണ്ട്, ആ ഒരു വ്യക്തിക്ക് എത്രത്തോളം അത് ഡിസ്ട്രെസ് ആയിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മൾ ഈ ഒരു ക്രൈസിസ് സിറ്റുവേഷൻസ് ഈ ഒരു ടൂൾസ് യൂസ് ചെയ്തിട്ട് നമ്മൾ അസസ് ചെയ്യുന്നതായിരിക്കും. ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീടുള്ളത് ക്രൈസിസ് സെഷൻസിലേക്ക് നമ്മൾ കിടക്കുകയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ക്രൈസിസ് സെഷൻസിലേക്ക് പോകുന്ന സമയത്ത് ചെയ്യേണ്ടത് എന്നുള്ളതാണ് പിന്നീട് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. അപ്പം ഒരു വ്യക്തി ക്രൈസിസ് ഇൻ്റർവെൻഷൻസ് ആവശ്യമായിട്ടുള്ള ഒരു വ്യക്തിയാണ്, അത് അവരുടെ ലൈഫിനെ എഫക്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് എന്നൊരു സാഹചര്യമാണെങ്കിൽ മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് സൂയിസൈഡൽ തോട്ട്സ് ആൻഡ് ഇൻറ്റൻറ്റ് എന്ന് പറയും. എത്രത്തോളം സൂയിസൈഡൽ തോട്ട്സ് ഇൻറ്റൻറ്റ് എത്രത്തോളം സിവിയറിറ്റിയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മൾ ആ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ പ്രസൻസ് ഓഫ് പ്ലാൻസ് ആൻഡ് മീൻസ്, അതായത് എത്രത്തോളം അവർക്ക് ആ ഒരു ക്രൈസിസ് ഇൻ്റർവെൻഷൻസിൽ ഇപ്പം ഒരു സൂയിസൈഡൽ തോട്ട്സ് ഉള്ളൊരു വ്യക്തിയാണെങ്കിൽ അവരുടെ പ്ലാൻസ്, അവരുടെ കാര്യങ്ങൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മൾ അസസ് ചെയ്യേണ്ടതുണ്ട്. ട്രിഗറിങ് ഇവൻറ്റ്സ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത്, ഇപ്പം മുമ്പും സൂയിസൈഡൽ തോട്ട്സ് ഉണ്ടായിട്ടുണ്ടാവാം, സൂയിസൈഡൽ അറ്റംപ്റ്റുകൾ ഉണ്ടായിട്ടുണ്ടാവാം, സെക്കൻഡ് ഓർ തേർഡ് അറ്റംപ്റ്റുകളായിരിക്കാം. ഇനിയിപ്പം സൂയിസൈഡ് ആവണം തന്നെ ഇല്ല, വേറെ എന്തെങ്കിലും ഒരു വയലൻസ് അല്ലെങ്കിൽ ഒരു സെക്സ്വൽ അസോൾട്ട് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഈ ഒരു കാര്യങ്ങൾ വീണ്ടും ട്രിഗർ ചെയ്ത് വരുന്നതിൻ്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് ഡീപ്പായിട്ട് നമ്മൾ അസസ് ചെയ്യണം. ആ ഒരു ഏരിയയിലും കൂടെ നമ്മൾ ഈ പറഞ്ഞ പോലെ സൊല്യൂഷൻ ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടി വരും. ഇവിടെ നമ്മൾ ഒരിക്കലും ഇതൊരു മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ചാണ്. ഒരിക്കലും നമ്മളൊരു ക്ലയൻസുമായിട്ട് മാത്രമായിരിക്കില്ല കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. ക്ലയൻസിൻ്റെ കൂടെ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഫാമിലിനെ നമുക്ക് ഇൻവോൾവ് ചെയ്യിപ്പിക്കേണ്ടി വന്നേക്കാം, സൊസൈറ്റിയിലുള്ള ആളുകളെ ചിലപ്പോൾ ഇൻവോൾവ് ചെയ്യിപ്പിക്കേണ്ടി വന്നേക്കാം. അപ്പോൾ ആ രീതിയിലേക്ക് കാര്യങ്ങൾ ട്രിഗറിങ് ഇവൻറ്റ്സ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമ്മൾ അഡ്രസ്സ് ചെയ്യുക. അദ്ദേഹത്തിൻ്റെ ഇപ്പം ആ ഒരു വ്യക്തിയുടെ ഇമോഷണൽ സ്റ്റേറ്റ് എത്രത്തോളം ആണ് എന്നുള്ളത് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടി വരും സെഷൻസിൽ. എന്നിട്ട് ആ ഒരു ഇമോഷണൽ സ്റ്റേറ്റ് അനുസരിച്ചിട്ടാണ് നമ്മൾ ഇൻ്റർവെൻഷൻസ്
ഓരോ ഏരിയയിലേക്ക് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ടാവുക. അതുപോലെ തന്നെ കോപ്പിംഗ് സ്കിൽസ്, മുമ്പ് ഇങ്ങനെയുള്ള അല്ലെങ്കിൽ സിമിലർ എപ്പിസോഡുകൾ അല്ലെങ്കിൽ സിമിലർ ആയിട്ടുള്ള ഒരു ക്രൈസിസ് വരുന്ന സമയത്ത് അവരെങ്ങനെയാണ് അതിനെ ഡീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നതിനെ കുറിച്ചിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. അതിനെക്കുറിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ട് ആ കാര്യങ്ങളും കൂടെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. അതുപോലെ ഇമ്മീഡിയറ്റ് പ്രാക്ടിക്കൽ നീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൊല്യൂഷൻ ഫോക്കസ്ഡ് ആയിട്ട് പ്രാക്ടിക്കലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും കൂടെ ഇതിൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ ക്രൈസിസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്രൈസിസ് ഇൻ്റർവെൻഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്രോഡായിട്ടുള്ളൊരു ഏരിയ തന്നെയാണ്. അതിൽ ഓരോ സെഷൻസും ഡിഫറെൻ്റ് ആണ്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ അഡോളസൻസിൽ അല്ലെങ്കിൽ കുട്ടികളിൽ ചൈൽഡിൽ ക്രൈസിസ് ഇൻ്റർവെൻഷൻസ് പ്ലാൻ ചെയ്യുന്നത് അത് ഡിഫറെൻ്റ് ആണ്. അതുപോലെ തന്നെ ഒരു ട്രോമ, ഒരു PTSD ആയിട്ട് വരുന്ന ആളുകളിൽ, സെക്ഷ്വൽ വയലൻസ് അല്ലെങ്കിൽ ഡൊമസ്റ്റിക് വയലൻസ് ഉള്ള ആളുകളിൽ, ഡിസാസ്റ്ററിലുള്ള ആളുകൾ, ഈ ഓരോ രീതിയിലും അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾക്കും ഓരോ പ്രശ്നങ്ങൾക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള അപ്രോച്ചസ് ആണ് നമ്മൾ എടുക്കാറുള്ളത്. പക്ഷേ ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാനിവിടെ ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അതല്ലാണ്ട് കുറച്ചും കൂടി ഡീപ്പസ്റ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഓരോ ഇഷ്യൂസിനെയും സ്പെസിഫിക് ആയിട്ട് അതിനെ മാനേജ് ചെയ്യേണ്ട ഗൈഡ് ലൈൻസുകളുണ്ട്. അത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നുണ്ടാവുക. പക്ഷേ ജനറലി നമുക്കൊരു ക്രൈസിസ് നമ്മൾ അഡ്രസ്സ് ചെയ്യുകയാണെങ്കിൽ അതിനെങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഞാൻ കുറച്ച് മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്രൈസിസ് ഇൻ്റർവെൻഷൻസിൽ ഏറ്റവും കോമൺ ആയിട്ട് സൈക്കോളജിസ്റ്റുകൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് സൂയിസൈഡൽ തോട്ട്സ്, സൂയിസൈഡൽ ആക്ട് വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ. അപ്പം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൂയിസൈഡൽ തോട്ട്സ്, സൂയിസൈഡൽ ആക്ട് അല്ലെങ്കിൽ സൂയിസൈഡൽ അറ്റംപ്റ്റുകൾ ഉണ്ടായിട്ടുള്ള ഒരു ക്ലയൻസാണ് നമ്മളെ അടുത്തേക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ വളരെ സൂക്ഷ്മമായിട്ടായിരിക്കണം നമ്മുടെ ഭാഗത്തു നിന്ന് അതിൻ്റെ മാനേജ്മെൻറ്റ്സ് വേണ്ടത്. അല്ലെങ്കിൽ അതിപ്പം ലീഗലി ആണെങ്കിൽ പോലും ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സൂയിസൈഡൽ തോട്ട്സ് അല്ലെങ്കിൽ സൂയിസൈഡൽ ആക്ടൊക്കെ വരുന്ന സമയത്ത് അങ്ങനെയുള്ളൊരു ക്ലയൻസൊക്കെ വരുവാണെങ്കിൽ അതിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് മെയിനായിട്ട് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സൂയിസൈഡൽ തോട്ട്സ് ഒരു മൾട്ടി ഡിസിപ്ലിനറി ടീംസാണ് ശരിക്കും അതിനെ മാനേജ് ചെയ്യേണ്ടത്. നോട്ട് ഓൺലി ഒരു സൈക്കോളജിസ്റ്റിനോ അല്ലെങ്കിൽ ഒരു സൈക്കാട്രിസ്റ്റിനോ മാത്രം ഇങ്ങനെയുള്ള സൂയിസൈഡൽ അറ്റംപ്റ്റുകൾ, സൂയിസൈഡൽ ഐഡിയേഷൻസ്, തോട്ട്സുകളൊക്കെ ഉള്ള ഒരു ക്ലയൻസിനെ ഡീൽ ചെയ്യുക എന്നുള്ളത് റെക്കമെൻഡ് ചെയ്യുന്ന കാര്യമല്ല. ഒരു മൾട്ടി ഡിസിപ്ലിനറി ടീം തന്നെ ആയിട്ടാണ് അതിനെ ഫോക്കസ് ചെയ്യേണ്ടത്. ആ ഒരു ടീംസിൽ സൈക്കാട്രിക് സോഷ്യൽ വർക്കേഴ്സ്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകൾ, അതുപോലെ തന്നെ സൈക്യാട്രിസ്റ്റുകൾ, അതുപോലെ മെൻ്റൽ ഹെൽത്ത് നേഴ്സ്, ഇത്രയും പേര് കൂടിയിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സൂയിസൈഡൽ തോട്ട്സും ഐഡിയേഷൻസൊക്കെ ഉള്ള പേഷ്യൻസിൽ നമ്മൾ വർക്ക് ചെയ്യാറുള്ളത്. അപ്പം ബേസിക്കലി നേരത്തെ പറഞ്ഞ പോലെ തന്നെ സൂയിസൈഡൽ അറ്റംപ്റ്റ്, സൂയിസൈഡൽ തോട്ട്സൊക്കെ ഉള്ള ഒരു വ്യക്തികളാണെങ്കിൽ മെയിനായിട്ട് ആദ്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അസസ്മെൻ്റ് ആണ്. ഈ അസസ്മെൻറ്റ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ റേറ്റിംഗ് സ്കെയിൽസുകൾ യൂസ് ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ ഇൻ്റർവ്യൂസ് ആവശ്യമുണ്ട്. അപ്പം ഈ രീതിയിൽ അസസ്മെൻറ്റ് ആദ്യം ചെയ്തിട്ട് അതനുസരിച്ചിട്ടാണ് നമുക്ക് മാനേജ്മെൻറ്റ് പോവുക. അപ്പോൾ കോമൺ ആയിട്ട് സൂയിസൈഡൽ തോട്ട്സിനെ ഒക്കെ സിവിയറിറ്റിനൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന അസസ്മെൻറ്റുകളാണ് ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. മോസ്റ്റ് ഓഫ് ദ അസസ്മെൻറ്റ്സ് നമുക്ക് ഓൺലൈനായിട്ട് തന്നെ അവൈലബിൾ ആണ്. നമുക്കത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു പോയിൻറ്റ്സ് നമുക്ക് കിട്ടും. അതായത് ഇപ്പം എത്രത്തോളം സിവിയറിറ്റിയിലുണ്ട്, നമുക്ക് എത്രത്തോളം അത് കൺസിഡർ ചെയ്യേണ്ടതുണ്ട്, ഒരു സൈക്യാട്രിക് ലെവലിലേക്ക് എത്രത്തോളം കൺസിഡർ ചെയ്യേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഒരു സൈക്കോളജിക്കൽ ലെവലിൽ എത്രത്തോളം കൺസിഡർ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് ഈ ഒരു അസസ്മെൻറ്റിലൂടെ നമുക്ക് ബേസിക്കായിട്ട് നമുക്ക് മനസ്സിലാവുന്നതാണ്. അപ്പം നാഷണൽ മെൻ്റൽ ഹെൽത്ത് അസോസിയേഷന് മൾട്ടിപ്പിൾസ് ഓഫ് വാർണിംഗ് സൈൻസ്, അതായത് സൂയിസൈഡിലേക്ക് വരാൻ പോകുന്ന വാർണിംഗ് സൈൻസുകളെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതായത് അവർ പറഞ്ഞിട്ടുള്ള ഈ ഒരു വാർണിംഗ് സൈൻസ് എന്ന് പറയുന്നത് ബേസിക്കലി വെർബൽ സൂയിസൈഡൽ ത്രെഡ്സ്, അതായത്
ഇപ്പം യു ഹാഡ് ബീൻ ബെറ്റർ ഓഫ് വിത്തൗട്ട് മീ അറൗണ്ട് എന്നുള്ള രീതിയിലുള്ള, അല്ലെങ്കിൽ ഞാനില്ലെങ്കിലും നിങ്ങളൊക്കെ ഹാപ്പി ആയിരിക്കും, അല്ലെങ്കിൽ ആ രീതിയിലേക്കുള്ള ഒരു ത്രെട്ട് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ടെങ്കിൽ, എസ്പെഷ്യലി നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ട് ഡീൽ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു കാര്യങ്ങൾ അവർ പറയുന്നുണ്ടെങ്കിൽ നമ്മളതിനെ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഹോപ്പ്ലെസ്നെസ്സും ഹെൽപ്ലെസ്നെസ്സും ഒക്കെ എത്രത്തോളം സിവിയോറിറ്റിയിലുണ്ട് എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. പേഴ്സണാലിറ്റിയിൽ വരുന്ന ചേഞ്ചസ് നമ്മളൊക്കെ പറയാറില്ലേ, മുമ്പ് എസ്പെഷ്യലി അവർ പറയുന്നത് കാണാം, അതായത് മുമ്പുണ്ടായിരുന്നൊരു വ്യക്തിയല്ല, കംപ്ലീറ്റ് മാറിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഒരു സൂയിസൈഡൽ തോട്ട്സ് അല്ലെങ്കിൽ സൂയിസൈഡൽ